അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 1, 2026 തെലങ്കാനയിലെ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ നയൽക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്നത്തെ ദിവസം ഏകദേശം 55 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. ആ ഒരു സ്ത്രീയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു, ആകപ്പാടൊരു പകപ്പുണ്ടായിരുന്നു. അവരാദ്യമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് കയറുന്നത്. അവിടെ കയറി അവിടെ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങനെ ഒരു ചെയറിലിരിക്കുകയാണ്, കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട്. അവർ ചെയറിലിരിക്കുന്നുണ്ട്, കുറേ നേരമായിട്ട് ആലോചിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ റൈറ്റർ അവരുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. കുറേ നേരമായിലൂടെ ഇരിക്കുന്നത്, എന്താണ് പ്രശ്നം, എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് ആൾ ചോദിച്ചു. അപ്പോഴാണ് അവർ ഒരു കാര്യം പറയുന്നത്. തൻ്റെ മകൻ മരിച്ചുപോയി, ഇപ്പം എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിന് ഉത്തരവാദികൾ രക്ഷപ്പെടും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം സാറേ എന്ന് പറയുകയാണ്. ആ ഒരു കംപ്ലൈൻറ്റ് കേട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ളത് ആ സമയത്ത് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ആ ഒരു പയ്യന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഈ 55 വയസ്സുള്ള അമ്മ തൻ്റെ 35 വയസ്സുള്ള മകൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയത്? എന്തൊക്കെയായിരുന്നു അവരുടെ ലൈഫിൽ സംഭവിച്ചത്? എങ്ങനെയാണ് പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ദായിനി ശ്യാമള എന്നായിരുന്നു ആ അമ്മയുടെ പേര്. ദായിനി പ്രശാന്ത് എന്നായിരുന്നു 35 വയസ്സുള്ള ആ മകൻ്റെ പേര്. അപ്പോൾ ഇവരുടെ മകൻ കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായിട്ട് ഗൾഫിൽ ഒരു ലേബറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുൻപാണ് സന്ധ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ആളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു കൊല്ലമൊക്കെ ആയപ്പോഴാണ് ആൾ ഗൾഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പൈസ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടായിരുന്നു ആള് ജോലി അന്വേഷിച്ച് ഗൾഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആളുടെ വൈഫായിട്ടുള്ള സന്ധ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രശാന്ത് ആവട്ടെ അവിടെ സമ്പാദിക്കുന്ന എല്ലാ പൈസയും സന്ധ്യക്കായിരുന്നു അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങൾക്കായിട്ടൊരു നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കുട്ടിയും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാവിയും കാര്യങ്ങളൊക്കെ സെക്യൂർ ആക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നാൾ അവിടെ നിൽക്കാം, അതിനുശേഷം നാട്ടിലോട്ട് വന്നിങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളതായിരുന്നു പ്രശാന്തിൻ്റെ ഒരു പ്ലാൻ. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവരൊരു വാടക വീടെടുത്ത് മാറായിരുന്നു കേട്ടോ. സന്ധ്യ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു വാടക വീട് എടുത്തിട്ടുണ്ടായിരുന്നത്. പല ഷിഫ്റ്റുകളിലും മറ്റൊക്കെ നഴ്സുമാരാകുമ്പോൾ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അവരുടെ ട്രാവലിങ്ങിനും മറ്റൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, ഈ പ്രശാന്തിനും ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഭാര്യയെയും അതേപോലെ തന്നെ അമ്മയെയും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും 2 സ്ഥലത്ത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം ഒന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചിന്തിച്ചിട്ടായിരുന്നു ആളും പെട്ടെന്ന് തന്നെ മാറാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ശേഷമായിരുന്നു ആൾ ഗൾഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ടായിരുന്നു അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജൂലൈ 1, 2026 ശ്യാമളക്ക് ഒരു കോള് വരുന്നത്. ആ കോള് വിളിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ താമസിച്ചിരുന്ന ആ ഒരു വാടക വീടിലെ അടുത്തുള്ള നൈബേഴ്സ് ആയിരുന്നു. നിങ്ങളുടെ മകൻ പ്രശാന്ത് മരിച്ചു, സന്ധ്യയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ, എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ പെൺകുട്ടിക്ക് അറിയില്ല, നിങ്ങൾ എന്തായാലും വായോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു കോള് വന്നത്. ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ മകൻ മരിച്ചതെന്നുള്ളതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു പയ്യൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പയ്യനെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് കട്ടിലിൻ്റെ മുകളിൽ നിന്ന് നിലത്തോട്ട് വീണു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഇവരുടെ അടുത്ത് പറയാണ്, ഓക്കെ, നിങ്ങളുടെ മകൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നിലത്തോട്ട് വീണു, പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ ആ ഒരു പയ്യൻ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് നിലത്ത് വീണു. അപ്പോൾ ഓൾറെഡി അടി കിട്ടിയ ഭാഗത്ത് പിന്നെയും തലങ്ങാൻ അടിച്ചിട്ട് മരിച്ചിട്ടുണ്ടാകാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര സംശയം എന്ന് ചോദിച്ചപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം പറയുന്നത്. അതായത് ഈ ഒരു ജൂലൈ 1 തീയതി നൈബേഴ്സ് വിളിക്കുമ്പോൾ മാത്രമായിരുന്നു തൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ഈ ഒരു സ്ത്രീ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, ജൂൺ 28-നായിരുന്നു പ്രശാന്ത് ഗൾഫിൽ നിന്ന് വന്നത്. തൻ്റെ അമ്മയുടെ അടുത്തോ മറ്റോ ഒന്നും തന്നെ താൻ വരുന്ന വിവരം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഈ ഒരു പയ്യൻ നേരെ ടെറസിൻ്റെ മുകളിൽ നിലത്ത് വീഴായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു പയ്യൻ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഓൾറെഡി
ഓൾറെഡി ഇപ്പോൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തി അത് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ പയ്യൻ്റെ മൃതദേഹം അവർ ദഹിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു ശ്യാമള പോലീസിൻ്റെ അടുത്ത് വന്ന് നിന്ന് കരയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന് ഇതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അതായത് ഒരു പയ്യൻ ഗൾഫിൽ നിന്ന് വന്ന് 2-3 ദിവസത്തിനുള്ളിൽ മരിച്ചുപോയി. അപ്പോൾ എന്തോ ഒരു ദുരൂഹത ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. പിന്നെ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ തന്നെ ആ ഒരു ഫ്യൂണറലിൻ്റെ ചടങ്ങുകളും മറ്റൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലോട്ട് പോലീസുകാർ എത്താണ്. എന്നിട്ട് അവിടെ കൂടിയിരുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു മരണത്തിൽ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ ബോഡി ഓട്ടോപ്സി ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഒപ്പോസ് ചെയ്തു. എന്നാലും പോലീസിന് അവരവരുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട് അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയായിരുന്നു. ആ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് എത്തിയതിന് ശേഷം അവിടുത്തെ മോർച്ചറിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു അമ്മ ആ പയ്യൻ്റെ മൃതദേഹം കണ്ടത്. അതായത് തൻ്റെ മകൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ അവർ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മകനെ കാണാനായിട്ട് മകൻ താമസിക്കുന്ന വീട്ടിലോട്ട് അവർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ എന്തോ ഒരു പകപ്പുണ്ടാവാണ് അവരുടെ ഉള്ളിൽ. അതേപോലെ തന്നെ എന്തൊക്കെയോ ഒരു സംശയം വരികയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇതൊരു കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകുമെന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു അമ്മ നേരെ തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ടായത്. അതേപോലെ തന്നെ ഒരു ടീം പോലീസ് ഉദ്യോഗസ്ഥർ നേരെ തന്നെ പ്രശാന്തിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവർ ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ എന്തിനാണ് ഡിസ്ചാർജ് ചെയ്തതെന്നുള്ളതായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ആളെ പരിശോധിച്ചു, ആൾക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടായിരുന്നില്ല, കുറച്ച് പരിക്കുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ വൈഫായിട്ടുള്ള സന്ധ്യ അവരിവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരാണ് പറഞ്ഞത്, ഇനി ഇവിടെ എടുത്ത് ചികിത്സിക്കാനുള്ള അത്രയും പൈസ ഞങ്ങളുടെ കയ്യിലില്ല, അത് എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തോളാം എന്നുള്ള കാര്യം അവർ പറഞ്ഞപ്പോൾ, ഓൾറെഡി ഡോക്ടേഴ്സിനെ അറിയുന്ന നേഴ്സാണ്, നല്ലൊരു നേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരുടെ കൂടെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായ കാര്യം. അങ്ങനെ അടുത്തതായിട്ട് സന്ധ്യയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ പാരലായിട്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥർ നൈബേഴ്സിനെയും മറ്റൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. നൈബേഴ്സ് പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ സന്ധ്യ പറയുന്ന കാര്യങ്ങളും സിങ്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു അത്. സന്ധ്യയുടെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്നാണ് നിങ്ങളുടെ ഹസ്ബൻഡ് വന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആൾ മരണപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ സന്ധ്യ പറഞ്ഞു, ജൂൺ 28-ാം തീയതി ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു തൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴോ മറ്റോ ഒന്നും തന്നെ ഗൾഫിൽ നിന്ന് താൻ വരികയാണെന്നുള്ളൊരു കാര്യം ആൾ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. വളരെ സർപ്രൈസ് ആയിട്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ആകെപ്പാടെ എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ എന്താ പറയുക മദറിനോട് അടുത്ത് ഈ കാര്യം പറയാൻ പറ്റാതിരുന്നിരുന്നതെന്നുള്ള കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ അവർ കൂട്ടിച്ചേർക്കായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം, അതായത് ജൂൺ 29-ാം തീയതി വെങ്കട്ട് സായ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. സന്ധ്യയുടെയും ഫ്രണ്ടാണ്, അതേപോലെ തന്നെ പ്രശാന്തിൻ്റെ ഫ്രണ്ടാണ്, ഇവരുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. അങ്ങനെ വെങ്കട്ട് സായിനെ ഈ ഒരു പ്രശാന്ത് വിളിക്കുകയാണ് രണ്ടെണ്ണം അടിക്കുന്നതിന് വേണ്ടിയിട്ട്. ആള് എല്ലാ തവണ വരുമ്പോഴും ഇതേപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീന്ന് കുപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്കട്ട് സായിനെ വിളിച്ച് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ രണ്ടെണ്ണം അടിക്കുക എന്നുള്ളത് ഒരു ശീലമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. അങ്ങനെയാണ് വെങ്കട്ട് സായി അന്നത്തെ ദിവസം വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ധ്യ ആണെന്നുണ്ടെങ്കിലും മദ്യപിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ അടുത്ത് കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം സന്ധ്യ കിച്ചണിൽ പണിക്ക് വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രശാന്ത് നേരെ ടെറസിൻ്റെ മുകളിലോട്ട് പോവുമായിരുന്നു. അവിടെ നിന്ന് കാല് തെറ്റി നിലത്ത് വീഴുകയും ചെയ്തു. അതിനുശേഷം സന്ധ്യ പെട്ടെന്നുകൊണ്ട് തന്നെ ഓടി വരുമ്പോൾ കണ്ട കാഴ്ച ആൾ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിരുന്നു. ഉടനെ തന്നെ അവിടെ നിന്ന് ആളെയും കൊണ്ട് താൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടായിരുന്നു സന്ധ്യ പോയത്. അതിനുശേഷം ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി. ആൾ ഓൾറെഡി നല്ല മദ്യലഹരിയിലായിരുന്നു. എന്നാലും ജീവന് വലിയ ഭീഷണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ടുള്ളതൊക്കെ നടത്തി ജീവന് ഭീഷണിയില്ല എന്ന് കണ്ട സമയത്ത് ഇനിയും ഇവിടെ കിടത്തി ചികിത്സിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ ചിലവാകും. അപ്പോൾ അത്രയും പൈസ ഒക്കെ ചിലവാക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇനി ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ കെയറും കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവിടുന്ന് ഒരു എന്താ പറയുക ഡിസ്ചാർജ് വാങ്ങിയിട്ട് എങ്ങനെയൊക്കെയാണ് ആളുടെ മരുന്നും കാര്യങ്ങൾ കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നേരെ തന്നെ ആളെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നതും അതിനുശേഷം വീട്ടിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും. അതേപോലെ തന്നെ പ്രശാന്ത് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് സന്ധ്യക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് അന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നില്ല കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്.
അതായത് പ്രശാന്തിന് വയ്യാത്തതുകൊണ്ട് IV ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ ആ ഒരു മുറിയിൽ കിടത്തി. അതിനുശേഷം ഒരു രാത്രി സമയമായപ്പോൾ തൊട്ടടുത്ത മുറിയിൽ പോയിട്ടായിരുന്നു സന്ധ്യ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴാണ് ആൾ നിലത്ത് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് രാത്രി ഫിക്സ് പോലെ എന്തെങ്കിലും വന്നിട്ട് ആൾ ബെഡിൻ്റെ മുകളിൽ നിന്ന് നിലത്ത് വീണിട്ട് മരിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ മുകളിൽ നിലത്ത് വീണപ്പോൾ തലയെങ്ങാനും അടിച്ചിട്ട് മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യങ്ങളായിരുന്നു സന്ധ്യ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ സന്ധ്യയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസുകാർ ശ്രദ്ധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചോദ്യത്തിനും വളരെ വ്യക്തമായിട്ടും കറക്റ്റായിട്ടുമായിരുന്നു സന്ധ്യ ഉത്തരങ്ങൾ പറയുന്നുണ്ടായിരുന്നത്. അവരുടെ മുഖത്ത് ഒരു വിഷം അവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പോലീസിന് അത് ശരിക്കും അവർക്ക് തോന്നുന്ന ഒരു വിഷമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ഈ ഒരു മരിച്ച പയ്യൻ്റെ അമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൻ കരച്ചിൽ, വൻ ബഹളം, അതേപോലെ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ആളുടെ വൈഫാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ ചോദിക്കുന്നതിനൊക്കെ വള്ളി പുള്ളി തെറ്റാതെ വളരെ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നു. ഇത് എന്തോ ഒരു പന്തികേടുള്ളതുപോലെ പോലീസിന് തോന്നുകയാണ്. അങ്ങനെ ഫോറൻസിക് ടീമും മറ്റുമൊക്കെ വന്നു. ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കി. അവർക്ക് വേറെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട് മുഴുവൻ ഫുൾ ക്ലീൻ ആയിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, മെഡിസിൻസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് പ്രിസ്ക്രിപ്ഷനും മെഡിസിൻസും ഒക്കെ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ട് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ എക്സ്ട്രാ മെഡിസിൻസോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നിൻ്റെയും ഒരു ഇതും പോലീസിനും ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ഇവരുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള വെങ്കിട്ട് സായിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ ഒരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രശാന്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ആൾ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചു 2 അടിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയും ആളുടെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ മദ്യപിക്കുകയായിരുന്നു. മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനാണെന്നറിയില്ല ഇതേപോലെ തന്നെ പ്രശാന്ത് നേരെ ടെറസിൽ പോയി. അതിനുശേഷം ആൾ കാല് വഴുക്കി നിലത്തോട്ട് വീണു. ഞാനും നല്ല കുടിച്ച് മദ്യപിച്ച് ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നത് കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയില്ല. ഇവർ രണ്ടുപേരെയും ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം താൻ തൻ്റെ വീട്ടിലോട്ട് പോയി. അതാണ് അന്നത്തെ ദിവസം അവിടെ നടന്നത്. അതിൽ കൂടുതലൊന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ആള് പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും ഈ ഒരു കാര്യം തന്നെയായിരുന്നു ആള് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ആൾ 100% ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആള് പറയുന്നതും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വളരെ ക്രിസ്പായിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ആൾ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. അതായത് നോക്കുമ്പോൾ സന്ധ്യ പറയുന്നതും അതേപോലെ തന്നെ ഇയാൾ പറയുന്നതും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഉത്തരങ്ങളൊക്കെ പറഞ്ഞത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണോ ഈ ഒരു മർഡർ നടത്തിയത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അതായത് ഈ ഒരു വെങ്കിട്ട് സായിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് 25 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ത്രീനെക്കാട്ടിലും ഒരു 6-7 വയസ്സ് താഴെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ, അതിൻ്റെ പേരിൽ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ആളില്ലാതാക്കിയതാണോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ സിസ്റ്റത്തിൽ എന്തോ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് കയറിയത് കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടുണ്ടായത്. അപ്പോൾ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ കാര്യങ്ങളുടെ ഇഷ്യൂ ആണോ എന്നുള്ളതും പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ അതല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനിയിപ്പോൾ ഇവർ കൊടുത്ത വല്ല മെഡിസിൻ എക്സ്പയർ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണോ എന്നുള്ളതും പോലീസുകാർ പരിശോധിക്കുകയാണ്. പിന്നെ ആൾക്ക് IV ഡ്രിപ്പിലൂടെ കൊടുത്തിരുന്നത് ജസ്റ്റ് പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രത്തോളം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ടോക്സിക് സബ്സ്റ്റാൻസസ് എവിടെ നിന്ന് ആളുടെ സിസ്റ്റത്തിൽ എൻ്ററായി, ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? അതായി പോലീസിൻ്റെ മുന്നിലുള്ള അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു സന്ധ്യയും അതേപോലെ തന്നെ വെങ്കിട്ട് സായിയെയും എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളും പരിശോധിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ സന്ധ്യയുടെ ഫോണും കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ സന്ധ്യയുടെ ഉള്ളിലൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലീസുകാർക്ക് അവരുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഓൾറെഡി ഇവർക്ക് എന്താ പറയുക, തൻ്റെ ഫോൺ പോലീസുകാർ വാങ്ങുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവരുടെ ചാറ്റ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഫോണിൽ അവർക്കെതിരായിട്ടുള്ള യാതൊരു തെളിവുകളും അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സൈബർ സെക്യൂരിറ്റി ടീം അവരുടെ കോൾ ഡീറ്റെയിൽസും മറ്റുമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ വെങ്കിട്ട് സായി അവർ ഇടക്കിടക്ക് വിളിക്കുന്നതിൻ്റെ തെളിവുകളും മറ്റുമൊക്കെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. എന്നാൽ അതിൻ്റെ ഇടയിലാണ് വേറൊരു ട്വിസ്റ്റ് വരുന്നത്. വെങ്കിട്ട് സായിയെ കൂടാതെ വേറൊരു നമ്പറിലോട്ടും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു നമ്പറിലോട്ടായിരുന്നു ഇവർ കൂടുതൽ ടൈം വിളിച്ചിരുന്നതും അതേപോലെ തന്നെ സംസാരിച്ചിരുന്നതും. അപ്പോൾ പോലീസുകാർ വെങ്കിട്ട് സായി ആയിരിക്കും ഈ ഒരു സന്ധ്യയുടെ ലവർ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് വെങ്കിട്ട് സായി അല്ലാതെ വേറൊരു ക്യാരക്ടർ കൂടെ അതിൽ എൻ്ററാവുകയാണ്. അപ്പോൾ പോലീസിന് മനസ്സിലായി വെങ്കിട്ട് സായി അല്ല, മറ്റാളാണ് സന്ധ്യയുടെ ലവർ എന്നുള്ളത്. അനിൽ എന്നായിരുന്നു ആളുടെ പേര്. ആളും സന്ധ്യ വർക്ക് ചെയ്യുന്ന സെയിം ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യായിരുന്നു.
അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്താണ്. ആ സമയത്ത് ആൾ അവിടെ ഉണ്ടായിരുന്നു. നേരെ തന്നെ ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ആളുടെ ഫോണിൽ നിന്നും ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ധ്യ ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനിലിനെ കുറിച്ച് ഇങ്ങേറ്റ് ആർക്കും അറിയില്ലല്ലോ. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ വെങ്കിട്ട് സായിനെ ക്വസ്റ്റ്യൻ ചെയ്യും, എൻ്റെ ഫോൺ പരിശോധിക്കും, ഇതേപോലെ തന്നെ വെങ്കിട്ട് സായിയുടെ ഫോൺ പരിശോധിക്കും. അല്ലാതെ പോലീസുകാർ അനിലിൻ്റെ അടുത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് എത്തുമെന്നുള്ളതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളെ പൊക്കുമെന്നുള്ളതും ഈ ഒരു സന്ധ്യ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുടെ ഫോണിലുള്ള ഡീറ്റെയിൽസും ഡാറ്റാസും ഒന്നും ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം പോലും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും പോലീസുകാർ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ചപ്പോൾ ഈ ഒരു പ്രശാന്തിൻ്റെ മരണം ജസ്റ്റ് ഒരു സ്വാഭാവിക മരണമല്ല, മോളിൽ നിന്ന് വീണ് മരിച്ചതല്ല, അതൊരു പ്ലാൻഡ് മേർഡർ ആണെന്നുള്ളതും പോലീസിന് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയായിരുന്നു. അങ്ങനെ ഇവർക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം 3 പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യണം. അതായത് സന്ധ്യയെയും വെങ്കിട്ട് സായിയെയും അതേപോലെ തന്നെ ഈ ഒരു അനിലിനെയും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എവിടെ നിന്നാണ് അനിൽ ഇവരുടെ ലൈഫിലോട്ട് കയറിയത്, അതേപോലെ തന്നെ വെങ്കിട്ട് സായിയുടെ റോൾ എന്തായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ധ്യയുടെയും അതേപോലെ തന്നെ പ്രശാന്തിൻ്റെയും വിവാഹം കഴിഞ്ഞത് ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപാണ്. ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മയുമായിട്ട് ഇനി ഫ്യൂച്ചറിൽ പ്രശ്നം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടും അതേപോലെ തന്നെ ആ ഒരു സന്ധ്യ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടും വേറൊരു വാടക വീടെടുത്ത് പെട്ടെന്ന് തന്നെ ഒരു താമസം മാറിയായിരുന്നു. അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശാന്തിന് മനസ്സിലായി ഇവിടെ നിന്ന് ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ പൈസ മതിയാവില്ല, ഭാവിയിൽ ഒരു കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൾഫിലോട്ട് പോകാമെന്നുള്ളൊരു ചിന്ത ആൾക്ക് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ആൾ ഗൾഫിലോട്ട് പോകുന്നത്. ഒരു ലേബറായിട്ടായിരുന്നു ആൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഗൾഫിൽ ലേബർ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ലേബേഴ്സിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അതായത് ഒരു റൂമിൽ ഒരുപാട് പേരുണ്ടാവും. അതേപോലെ തന്നെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി വരെ പണിയായിരിക്കും. വലിയ അധികം ശമ്പളമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടാസ്ക്കാണ് ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ. നമുക്ക് അറിയുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. സീനാണ്, ശോകമാണ്. അപ്പോൾ അവിടെ അങ്ങനെ പോയി കഷ്ടപ്പെടുന്നവരൊക്കെ നാട്ടിലുള്ള ഫാമിലിക്ക് മറ്റൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അത്രയും കഷ്ടപ്പെട്ട് അങ്ങനത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലൊരാളായിരുന്നു ഈ ഒരു പ്രശാന്തും. ഈ സന്ധ്യ ആവട്ടെ ഇവിടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അവർക്ക് ജോലിയുണ്ട്, ഹസ്ബൻഡിന് ജോലിയുണ്ട്. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു സന്ധ്യക്ക് ഹസ്ബൻഡ് പോയതിന്. അതിനുശേഷം ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വിഷമവും കാര്യങ്ങളൊക്കെ മാറി അവരവരുടെ ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനിലുമായിട്ട് അവർ കൂടുതലായിട്ട് അടുക്കുന്നത്. ആദ്യം അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സൗഹൃദമായിരുന്നു എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ അതിൻ്റെ എന്താ പറയുക അതിർത്തികളും കാര്യങ്ങളൊക്കെ കടന്നുകയായിട്ട് അതൊരു മറ്റൊരു തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് മാറുമായിരുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചും അതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ വെച്ചും ഇവർ തനിച്ച് കാണാനായിട്ട് തുടങ്ങി, ഇവർ കറങ്ങാൻ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പുറത്തുനിന്ന് അറിയുന്ന ഒരേ ഒരാളുണ്ടായിരുന്നത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെങ്കിട്ട് സായി ആയിരുന്നു. വെങ്കിട്ട് സായിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രശാന്തിൻ്റെയും അതേപോലെ തന്നെ സന്ധ്യയുടെയും മ്യൂച്വൽ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല അനിലിനെയും ആൾക്കറിയായിരുന്നു. യെസ്, ഈ ഒരു വെങ്കിട്ട് സായി എല്ലാവരുടെയും ഫ്രണ്ടായിരുന്നു. പിന്നെ ഒരു അനിലിൻ്റെയും സന്ധ്യയുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് ജസ്റ്റ് നമ്മൾ സെക്ഷൽ പാർട്ട്നേഴ്സ് മാത്രമാണ്, അല്ലാണ്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു പരിപാടി നമുക്കിടയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ തുടങ്ങിയത്. അതായത് തൻ്റെ ഹസ്ബൻഡ് എപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നോ അപ്പോൾ നമ്മളിത് നിർത്തും, അതിനുശേഷം നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, ആ ഒരു തോട്ടിലായിരുന്നു ഇവർ രണ്ടുപേരും ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു, ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ദൃഢമാവുകയാണ്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അതായത് തൻ്റെ ഹസ്ബൻഡിനെക്കാട്ടിലും കൂടുതൽ കണക്ഷൻ മറ്റാളുമായിട്ട് വരികയാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് വേണ്ട, തൻ്റെ കാമുകനായിട്ടുള്ള അനിൽ മതി എന്നുള്ളൊരു തോട്ടിലോട്ട് ഈ ഒരു സന്ധ്യ എത്തുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു സന്ധ്യ താമസിക്കുന്ന വീട്ടിലോട്ട് അനിൽ സ്ഥിരമായിട്ട് വരുന്നതും ഒരു പതിവ് കാര്യമായിട്ട് മാറുകയാണ്. ബട്ട് ഈ ഒരു പ്രശാന്ത് സർപ്രൈസ് ആയിട്ട് വന്ന ആ ഒരു ദിവസം എന്തോ ഒരു ഭാഗ്യത്തിന് അനിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഈ ഒരു എന്താ പറയുക സന്ധ്യക്ക് വലിയൊരു ആശ്വാസമാവുകയാണ്. എന്നാലും പ്രശാന്ത് വന്നതിൻ്റെ ആ ഒരു സന്തോഷം അവർ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ആ സന്തോഷമായിരുന്നില്ല. എന്തിനാണ് ഇങ്ങേരിപ്പോൾ ഇവിടെ വന്നത്, ആ ഒരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും 1 മാസം ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവും, ലീവിന് വന്നതാണല്ലോ, അപ്പോൾ 1 മാസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ
പ്രശാന്ത് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഇനിയിപ്പോൾ ഞാൻ ഗൾഫിലോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ച് രണ്ടാമത് ആലോചിക്കുന്നുണ്ട്. അവിടെ പോയിട്ടും എന്താ പറയുക, അത്രയും വലിയ കാര്യമൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല. ഇപ്പം നാട്ടിൽ നിന്ന് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കുക, അന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കാമല്ലോ, അതാണല്ലോ നല്ല പരിപാടി. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകണതിനെ കുറിച്ച് ആലോചിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സന്ധ്യക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അടുത്ത സമയത്തൊന്നും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോകില്ല എന്നുള്ളത്. തൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണ്? തനിക്ക് അനിലിനായിട്ട് ഇനി കാണാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ബന്ധത്തിന് കുറേ റെസ്ട്രിക്ഷൻസ് വരും. അവർക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡ് ജീവനോടുള്ളിടത്തോളം കാലം ആ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇയാൾ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ സ്വത്തുക്കൾ നമുക്ക് ലഭിക്കും. പിന്നെ എന്താ പറയുക, ആളെ ആക്സിഡൻ്റൽ ഡെത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സിമ്പതിയും ലഭിക്കും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആളെ കൊല്ലാമെന്നുള്ളൊരു തോട്ടിലോട്ട് അന്ന് തന്നെ അവർ എത്തുകയാണ്. അതായത് ആൾ വളരെ സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ നാട്ടിലോട്ട് എത്തിയത്. അപ്പം തന്നെ ആളെ കൊല്ലാനുള്ള പ്ലാനും ഇവർ സെറ്റ് ചെയ്തു. അതായത് അല്ലാണ്ട് എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ്, ഞാൻ ആളുമായിട്ട് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് പറയാനോ ഒന്നും അവർ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ആളെ കൊല്ലാന്നുള്ളൊരു പ്ലാനിലോട്ടായിരുന്നു സന്ധ്യ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രശാന്തിനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു പ്ലാൻ അനിലിൻ്റെ അടുത്ത് സന്ധ്യ പറയായിരുന്നു. അനിലും അതിന് ഓക്കെ പറയുകയും ചെയ്തു. കാരണം താൻ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഗൾഫിൽ നിന്ന് ഒരാൾ വരിക, എന്നിട്ട് ആളവളുടെ കൂടെ താമസിക്കുക. കാര്യം അവളുടെ ഹസ്ബൻഡൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അനിലിന് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് സന്ധ്യയെ തനിക്ക് വേണ്ടി മാത്രമുള്ളതാക്കണം എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിലോട്ട് വരികയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതിൻ്റെ ഇടയിലോട്ടാണ് ഈ ഒരു എന്താ പറയുക വെങ്കിട്ട് സായിയെ വിളിച്ചു വരുത്തുന്നത്. വെങ്കിട്ട് സായിക്ക് ഓൾറെഡി ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയായിരുന്നു. അതേപോലെ തന്നെ പ്രശാന്തിൻ്റെ സുഹൃത്തുമായിരുന്നു. പ്രശാന്ത് ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു വെങ്കട്ട് സായിക്ക് കാശും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ വെങ്കട്ട് സായി ഹെൽപ്പ് ചെയ്യാൻ ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമാണ് ഈ വെങ്കട്ട് സായി നേരെ തന്നെ ഈ ഒരു പ്രശാന്തിനെ വിളിക്കുന്നതും രണ്ടെണ്ണം അടിക്കാമെന്ന് പറയുന്നതും അപ്പോൾ പ്രശാന്ത് വീട്ടിലോട്ട് വരാനായിട്ട് പറയുന്നതും അതേപോലെ തന്നെ ആൾ വീട്ടിലോട്ട് വരുന്നതും. അന്നത്തെ ദിവസം വെങ്കട്ട് സായി വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. കൂടുതൽ ഈ ഒരു പ്രശാന്തിനെ കൊണ്ട് കുടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആള് കുടിച്ച് നല്ല രീതിയിൽ ഹൈ ആയ സമയത്ത് നമുക്ക് ടെറസിൽ പോയിട്ട് കാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശാന്തിനെയും വിളിച്ചുകൊണ്ട് വെങ്കട്ട് സായി മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ആളെ തള്ളി നിലത്തിടുമായിരുന്നു. ആ ഒരു വീഴ്ചയിൽ തന്നെ ആൾ മരിക്കും എന്നുള്ളതായിരുന്നു ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആൾക്ക് കുറച്ചധികം പരിക്കുകൾ പറ്റിയെന്നുള്ളതല്ലാതെ ആള് മരണപ്പെട്ടില്ല. അപ്പോൾ ആളെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഈ സന്ധ്യ ഇടക്കിടക്ക് ആളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാല് വഴുതി വീണല്ലേ, എന്തിനാണ് മുകളിലോട്ട് പോയത്, കാല് വഴുതി വീണല്ലേ എന്നുള്ളത്. കാരണം ഓൾറെഡി ആൾ ഹൈ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു വെങ്കട്ട് സായി തന്നെ തള്ളിയിട്ടു എന്നുള്ളൊരു കാര്യം എന്താ പറയുക, ആളുടെ ഉള്ളിൽ കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കാല് വഴുതി വീണതാണ് എന്ന് ആളുടെ ഉള്ളിൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു സന്ധ്യ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് നേരെ തന്നെ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടേഴ്സ് ആളെ പരിശോധിച്ചു, ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആളുടെ നില സ്റ്റേബിൾ ആവുകയാണ്. ആൾക്ക് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നിലത്തേക്ക് വീണതിൻ്റെ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ജീവന് ഭീഷണിയാവുന്ന വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ശേഷം സന്ധ്യ പറയുകയാണ്, ഇനി ഇവിടെ കിടത്തി ചികിത്സിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബഡ്ജറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം, മരുന്നൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സന്ധ്യ ഓൾറെഡി ഡോക്ടേഴ്സിനെ അറിയുന്നത് കൊണ്ട് തന്നെ നീ വീട്ടിലോട്ട് കൊണ്ടുപോക്കോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് സന്ധ്യ എത്തുകയായിരുന്നു. അന്നത്തെ ദിവസം രാത്രി തന്നെ അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ഈ ഒരു കൊല നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആൾക്ക് മറ്റേ IV ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ പറയുക, ആൻറ്റിബയോട്ടിക്കും പാരസിറ്റമോളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ട്രിപ്പിൽ പോകുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ മരുന്ന് കുത്തിവെക്കുന്നതിന് പകരം കുറച്ച് ഉറക്ക ഗുളികയും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ട് ഹാർപ്പിക് ഉണ്ടല്ലോ, അതായത് ടോയ്ലറ്റ് ക്ലീനർ, അതും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ആ ഒരു IV ഡ്രിപ്പിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. യെസ്, ആ സാധനങ്ങൾ കംപ്ലീറ്റ് ബ്ലഡിലോട്ട് കയറിയിട്ട് ആൾ മരണപ്പെടുകയായിരുന്നു. നമുക്കറിയാം ചിലർ ആത്മഹത്യാശ്രമം എന്നുള്ള നിലക്ക് ടോയ്ലറ്റ് ക്ലീനറൊക്കെ എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പൊള്ളിപ്പോവും, ഭയങ്കര സീനാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡിലൊക്കെ കയറി എല്ലാ ഓർഗൻസിലോട്ടും എല്ലായിടത്തും പോകുന്ന സമയത്ത് ഇയാൾ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവൂലേ.
അപ്പോൾ എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റാൻസസ് ശരീരത്തിൽ കയറിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ റിയാക്ഷനൊക്കെ കാരണം ഇങ്ങനെ ആയതായിരിക്കും എന്നുള്ളൊരു സംഭവം ചിലപ്പോൾ ഓട്ടോപ്സിയിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോപ്സി ചെയ്യാണ്ട് തന്നെ ഇയാളുടെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിൽ ടോയ്ലറ്റ് ക്ലീനറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി ആക്സിഡന്റ് കഴിഞ്ഞ് നടക്കുന്ന ഒരാൾ പെട്ടെന്നുകൊണ്ട് തന്നെ ബെഡിന്റെ മുകളിൽ നിന്ന് താഴ്ത്ത് വീണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ വലിയ സംശയമൊന്നും തോന്നില്ല. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സും മറ്റൊന്നും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സാധ്യതയൊന്നും ഇവർ കണ്ടില്ല. പിന്നെ അമ്മയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ പോലീസ് സ്റ്റേഷനുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തൊരു സ്ത്രീയാണ്. അവരെന്താ ചെയ്യുക, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം ഒരു മാസം കരയായിരിക്കും. പിന്നെ മോൻ പോയി ആരുമില്ല എന്നുള്ളൊരു വിഷമത്തിൽ അവരുടെ ജീവിതം തള്ളി നീക്കുമായിരിക്കും. കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷമത്തിൽ അവർ മരിക്കും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ കൊല്ലുക എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ നമുക്കറിയാലോ. അപ്പോൾ അവരെയും കൂടി ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കളും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ തൻ്റെ പേരിലോട്ട് വരും. അതിനുശേഷം അനിലിനായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു ഒരു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ദായിനി ശ്യാമള എന്ന് പറയുന്ന ദായിനി പ്രശാന്തിൻ്റെ അമ്മ ഈ ഒരു ന്യൂസ് കേട്ട വഴിക്ക് തന്നെ തൻ്റെ മകൻ്റെ മരണം അപകട മരണമാണെന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റിൽ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുക്കുമെന്നും ആ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷിച്ചിട്ട് തന്നെ പിടികൂടുമെന്നുള്ള ഒരു കാര്യം സന്ധ്യയും അതേപോലെ തന്നെ അനിലും ഈ ഒരു വെങ്കിട്ടസായും അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇവരൊക്കെ അറസ്റ്റ് ചെയ്തു. ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലാണ്. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.